ഈലോൺ മസ്ക് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു. ദി അമേരിക്ക പാർട്ടി എന്ന രാഷ്ട്രീയ സംഘടനയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവാദമായ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ ട്രംപ് അംഗീകരിച്ചതിന് പിന്നാലെയാണ് പാർട്ടി പ്രഖ്യാപനം. അമേരിക്കയുടെ സ്വാതന്ത്ര്യം തിരികെ നൽകുന്നതിനാണ് പുതിയ പാർട്ടി എന്നാണ് മസ്ക് പറയുന്നത്. ഐസൺ, ട്രംപിൻ്റെ വലിയ എതിർപ്പിനെ മറികടന്നാണ് ഈലോൺ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, ട്രംപിന്റെ വലിയ എതിർപ്പ് എന്നതിനപ്പുറം ട്രംപിന്റെ നയത്തോട് കൃത്യമായ ഒരു വിയോജിപ്പും കൂടി രേഖപ്പെടുത്തിയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പദവി പോലും രാജിവെച്ചത്. നമുക്കറിയാവുന്നതാണ്, ഡോജിന്റെ മേധാവി സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു നിലപാടുകൾ വ്യക്തമാക്കിയത്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഇന്നലെ ട്രംപ് ഒപ്പുവെക്കുകയും നടപ്പിലാവുകയും ചെയ്ത ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പരാമർശിക്കപ്പെടുന്ന നികുതി കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കടപരിധി വർദ്ധിപ്പിക്കുന്നതിന് $5 ട്രില്യൺ കടപരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ബില്ല് കൂടിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രണ്ട് സഭകളും പാസാക്കിയത്. അതായത് അമേരിക്കൻ കോൺഗ്രസിലെ സെനറ്റും അതുപോലെ തന്നെ ജനപ്രതിനിധി സഭയും പാസാക്കുകയും ഇന്നലെ അത് ട്രംപ് ഒപ്പുവെക്കുകയും ഈ കഴിഞ്ഞ ദിവസം അത് ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു. ഈ ഒപ്പുവെച്ചതോടുകൂടി ഈ ബിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു. അത് വലിയ കടക്കണിയിലേക്ക് അമേരിക്കയെ നയിക്കും, വലിയ ബാധ്യതയിലേക്ക് നയിക്കുമെന്നൊരു നിലപാടാണ് നേരത്തെ ഇലോൺ മസ്ക് മുന്നോട്ട് വെച്ചത്. ഇലോൺ മസ്ക് ട്രംപ് അധികാരത്തിലെത്തിയ നിമിഷം തന്നെ ഇലോൺ മസ്കിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, അതായത് സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിന്റെ ഒരു പ്രത്യേക വകുപ്പുണ്ടാക്കി ആ വകുപ്പിന്റെ മേധാവിയായി നിയമിക്കുകയും ചെയ്തിരുന്നു. ആ നിയമനമാണ് ഏതാണ്ട് 6 മാസമാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചൊഴിയുകയും ഈ ബില്ലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു, ഈ ബില്ലുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കടുത്ത നടപടികളും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളും നടത്തുമെന്നും അറിയിച്ചിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഡെമോക്രാറ്റുകളെ പിന്തുണയ്ക്കാനുള്ള ഒരു നീക്കമാണ് ഇലോൺ മസ്ക് നടത്തുന്നതെങ്കിൽ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും എന്ന് കൃത്യമായി ട്രംപ് അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നും പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് അറിയിച്ചത്. ദി അമേരിക്ക പാർട്ടി എന്ന പുതിയ പാർട്ടി രൂപീകരിക്കും. ആ രൂപീകരിക്കുന്ന പാർട്ടി അമേരിക്കയെ തീർച്ചയായും അമേരിക്കയുടെ സ്വാതന്ത്ര്യം തിരിച്ചു നൽകുന്നതിനായിരിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ രണ്ട് പാർട്ടികളും, ഡെമോക്രാറ്റുകളും അതുപോലെ തന്നെ റിപ്പബ്ലിക്കുകളും കൃത്യമായ ഇടപെടൽ നടത്തുന്നത് ഒരേ ആശയത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ആശയങ്ങൾക്ക് വിരുദ്ധമായ രണ്ടാമത്തെ പാർട്ടി എന്നാണ് സ്വയം അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു സിംഗിൾ പാർട്ടിയാണ് ഈ രണ്ടും, ഒരേ ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാമത്തെ പാർട്ടി എന്ന രീതിയിലാണ് തങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവുക എന്നൊക്കെയാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ട്വീറ്റ് ചെയ്യുകയും പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അതിനു മുമ്പ് ചില അഭിപ്രായ വോട്ടെടുപ്പ് പോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം നടത്തി. അതിൽ 65% വോട്ട് നേടി എന്ന വിവരങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ഈ സംഭവ വികാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തുന്നതിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ഇക്കാര്യം ആരായുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല എങ്കിൽ കൂടി സൗത്ത് ആഫ്രിക്കയിലാണ് ഇലോൺ മസ്ക് ജനിച്ചത്. അദ്ദേഹം അമേരിക്കൻ പൗരനായിട്ട് വർഷങ്ങളെ ആകുന്നുള്ളൂ, 20 വർഷത്തിലേറെ ആകുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ നാട് കടത്തുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൗരത്വം റദ്ദാക്കുമോ എന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുകയും അതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്, പരിശോധിക്കേണ്ട കാര്യമാണ് എന്നൊരു നിലപാട് പറഞ്ഞാണ്, അല്ലെങ്കിൽ ഒരു മറുപടി പറഞ്ഞാണ് ട്രംപ് ഒഴിഞ്ഞു മാറുകയും ചെയ്തത്. ഏത് രീതിയിലാണ് ഇനി ഇലോൺ മസ്കിന് നേരെയുള്ള നടപടികൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മറ്റൊരു സുപ്രധാന ഘടകം നേരത്തെ സംഭവിച്ചത്, വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഈ ഡോജിനോട് തന്നെ, നേരത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന സംവിധാനത്തോട് തന്നെ ഇലോൺ മസ്കിന്റെ സ്ഥാപനങ്ങൾക്ക്, അതായത് സ്പേസ് എക്സും അതുപോലെ സ്റ്റാർലിങ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായുള്ള കോൺട്രാക്റ്റുകൾ, അതുപോലെ ടെസ്ല എന്ന് പറയുന്ന കമ്പനിക്ക് നൽകുന്ന സബ്സിഡികൾ, ഇലക്ട്രിക് കാർ നിർമ്മാണ യൂണിറ്റുകളായതുകൊണ്ട് അതിന് നൽകുന്ന സബ്സിഡികൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുനഃപരിശോധിക്കണമെന്ന് ഡോജിനോട് തന്നെ രാഷ്ട്രീയ പാർട്ടി ഇലോൺ മസ്ക് രൂപീകരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.